തമ്മിൽ തല്ലിയാൽ കുറ്റം തെളിയുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇവിടെ നടൻ ഈ നടിക്കെതിരെ കഴിഞ്ഞ ദിവസം അപകീർത്തികരമായ പരാമർശം നടത്തുകയുണ്ടായി. അതിനെതിരെ ഇന്നിപ്പോൾ നടി വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് നിയമ നടപടിയിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ പോകും എന്നാണ്. ഈ നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന വനിതാ സിനിമാ പ്രവർത്തകരുടെ സംഘടനയാകട്ടെ ദയവ് ചെയ്ത് ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് പിന്മാറണം എന്ന് പറയുന്നു. എത്രമാത്രം ഗുരുതരമായ നിയമലംഘനമാണ് ഈ നടൻ ഇത്തരമൊരു പ്രതികരണത്തിലൂടെ നടത്തിയിരിക്കുന്നത് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ മുന്നറിയിപ്പുകളിലേക്ക് മാത്രമായി ഈ പ്രതിഷേധം, ഈ പ്രതിരോധം ചുരുങ്ങുന്നത്? ശ്രീ ബൈജു കൊട്ടാരക്കര, ആരുടെ പിന്തുണയുടെ അഭാവമാണ് പ്രസ്താവനകളിലേക്ക് മാത്രമായി ഈ നടിയെയായാലും ആ നടിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന സംഘടനയായാലും ദുർബലമാക്കുന്നത്? തീർച്ചയായിട്ടും ആ നടൻ അങ്ങനെയൊരു, അതായത് ദിലീപ് അങ്ങനെയൊരു പ്രസ്താവന ഇറക്കിയത് തികച്ചും ഒരു മോശമായി പോയി, അല്ലെങ്കിൽ അതൊരു അനൗചിത്യമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ദിലീപ് അങ്ങനത്തെ ഒരു പ്രസ്താവന ഇറക്കുന്നതിന് പകരം ഈ നടിയുടെ സങ്കടങ്ങളിൽ ഞാൻ കൂടെ നിൽക്കുന്നു, എനിക്കതിൽ ഖേദമുണ്ട്, ആ കുട്ടിക്ക് സംഭവിച്ചത് പോലീസ് അത് അന്വേഷിച്ചിട്ട് അത് കുറ്റക്കാരെ കണ്ടുപിടിക്കട്ടെ എന്നൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിന് ഇന്നുള്ള താരമൂല്യത്തെക്കാളിലും കൂടിയ ഒരു താരമൂല്യം കേരളത്തിലുണ്ടായേനെ. അതിന് പകരം ഈ അക്യൂസ്ഡായിട്ടുള്ള ഈ കുട്ടിയെ വേറൊരു ബന്ധത്തിലേക്ക്, അല്ലെ വേറൊരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനും, അതും ഒരു മാധ്യമത്തിലൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനും, വീണ്ടും ഒരു പീഡനത്തിനിരയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ വീണ്ടും മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അത് മാറിപ്പോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിലീപ് ഇപ്പം നിരപരാധിയാണെങ്കിൽ പോലും ഈ പെൺകുട്ടിയുടെ കേസ് കൊടുത്താൽ ഈ കേസിൽ ദിലീപ് അകത്തു പോകും. കാരണം അതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വകുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ വിട്ടിട്ടുണ്ട്, അവർക്കൊക്കെ അറിയായിരിക്കും മിക്കവാറും. കാരണം അത് സത്യസന്ധമായ ഒരു അവസ്ഥയാണ്. ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് ഇത്രയും മനോവേദനയിൽ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. നടി ആക്രമിക്കപ്പെട്ടു, അതിനുശേഷം വീണ്ടും ആക്രമിക്കപ്പെടുന്നു വാക്കുകൊണ്ട്, പ്രയോഗങ്ങൾ കൊണ്ട്. പക്ഷേ ഈ നടി ഇപ്പോഴും ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തി തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക്, ചില മുന്നറിയിപ്പുകൾ നൽകുന്നതിനപ്പുറത്തേക്ക് കടക്കാൻ അധൈര്യപ്പെടുന്നത് എന്തുകൊണ്ട്? എന്ത് കാരണത്താലാണ് സിനിമ എന്ന സംവിധാനത്തിനകത്തു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തി നേരിട്ട് ആക്രമിക്കപ്പെട്ട ഒരു സന്ദർഭം വരുമ്പോൾ പോലും അതിനെതിരെ നീങ്ങാൻ കഴിയാതിരിക്കുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്, സിനിമയിലെ ഒരു ശക്തമായിട്ട് ഒരു ലോബിയുണ്ട്. ആ ലോബി എന്ന് പറയുന്നത് അവരാരായാലും ശരി, ഏതു മനുഷ്യന് എന്ത് സംഭവിച്ചാലും ശരി, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളിത് ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന ഒരു പ്രവണത സിനിമയിലുണ്ട്, പ്രത്യേകിച്ചും മലയാള സിനിമയിൽ. അതായത് ചില താരങ്ങളുടെ പെട്ടിയെടുക്കാനും മുറിക്ക് കാവലിൽ നിൽക്കാനും, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പൊറിക്ക് കാവലിൽ നിൽക്കാനും ചിലിക്കുന്ന ചില ആളുകൾ സിനിമയിലുണ്ട്. അവർ തന്നെയാണ് ഈ ശാപത്തിനും ഈ ശാപങ്ങൾക്ക് ഇതേപോലുള്ള ജയശങ്കർ, ഇവിടെ കുറച്ചു പേർ പെട്ടിയെടുത്ത് നടക്കുന്നുണ്ടാകാം, കുറച്ചു പേർ നിശബ്ദരായിരിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ സിനിമ എന്നത് ഒരു ആർക്കും ഉത്തരവാദിത്തമില്ലാത്ത സംവിധാനമല്ല. അതിനൊരു സംഘടനയുണ്ട്, ചുമതലയുള്ളവർ കൃത്യമായും ഉണ്ട്. ഇന്ന് ആ സംഘടനയിലൊക്കെ നേതൃപദവിയിലിരിക്കുന്ന ഒരു സംവിധായകൻ പറയുകയുണ്ടായി, അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ സംഘടനയ്ക്ക് പ്രത്യേകിച്ച് നിലപാടൊന്നും എടുക്കാനില്ല എന്ന്. പക്ഷെ അങ്ങനെ നിഷ്കളങ്കമായി ഇവർക്കിരിക്കാൻ കഴിയുമോ? ഒന്നും ചെയ്യാനില്ല എന്ന് ഇവർ ഓരോരുത്തരും ആവർത്തിച്ചു പറയുന്നതിൻ്റെ പിൻബലം ഒരു നടന് കിട്ടുന്നുണ്ട്. എന്തും ചെയ്യാൻ, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം ആരും ആരെയും നിയന്ത്രിക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ നടനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ ആരും നിയന്ത്രിക്കുന്നില്ല. ഈ നടിക്ക് ആർജവത്തോടെ ഇന്ന് ആ വാർത്താക്കുറിപ്പിൽ പറയാൻ കഴിഞ്ഞു, ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അന്യഥ എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല, എന്നോട് അന്വേഷണ സംഘം പറയുന്നത് ഇപ്പോൾ ആരോടും പ്രതികരിക്കരുത് എന്നാണ്, അത് ഈ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ്, അതുകൊണ്ട് ഞാൻ അതിനോട് സഹകരിക്കുകയാണ്. എന്ത് അസൗകര്യം എനിക്കുണ്ടെങ്കിലും അത് മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഈ അന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും എന്നിൽ അർപ്പിതമായിരിക്കുന്ന ചുമതല ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് ഇങ്ങനെ നടന്നു പറയാൻ കഴിയുമോ?
അയാളോ അയാളുമായി ബന്ധപ്പെട്ടവരോ ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളെ, നിയമവുമായി സഹകരിക്കുന്ന ഒരാളെ, നീതി തേടുന്ന ഒരാളെ വീണ്ടും വീണ്ടും നേരിട്ട് ആക്രമിക്കാൻ ഈ സംഘം, അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ നായകൻ മുതിരുന്നത് ആരുടെ നിശബ്ദതയ്ക്ക് കൊടുക്കുന്ന വിലയാണ്? അല്ല, ഇത് സിനിമയ്ക്കകത്തുള്ള സംഘടനകൾ മാത്രമല്ലോ, പുറത്തും ഒരുപാട് സംഘടനകളില്ലേ. ഈ സിനിമക്കാരെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്, ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം, അതിസൂക്ഷ്മ ന്യൂനപക്ഷമാണ്. അത് വളരെ നിസ്സാരമല്ലേ? ഇവിടെ പുറത്ത് ഒരു പൊതുസമൂഹമില്ലേ? ഇപ്പോൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ എത്ര യുവജന പ്രവർത്തകരുണ്ട്, എത്ര യുവജന സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്? അതിലേക്ക് വരാം. ആദ്യം സിനിമാ മേഖലയിലെ എന്റെ ചോദ്യത്തിന് മറുപടി ദയവ് ചെയ്ത്. സിനിമാ കാര്യത്തെ പറ്റി പറഞ്ഞാൽ ഇവിടെ ബൈജു കൊട്ടാരക്കര പറഞ്ഞത് അദ്ദേഹം കുറച്ച് മയപ്പെടുത്തി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ പരുഷമായിരുന്നെങ്കിലും ഇത് കൃത്യമായിട്ട് പറയേണ്ട അധോലോകം എന്നാണ്. അധോലോകം പക്ഷേ ഇവരാരും ആരംഭിച്ചല്ല, എത്ര കൊല്ലങ്ങളായിട്ട് സിനിമയുമായി ബന്ധപ്പെട്ടൊരു അധോലോകം പ്രവർത്തിക്കുന്നുണ്ട്. വേണുവിനെ അറിയാമെന്ന് എനിക്കറിയില്ല, വിജയശ്രീ എന്ന് പറയുന്ന നടി എങ്ങനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ ശോഭ മരിച്ചപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു? അതിന് ഉത്തരവാദിയായ സംവിധായകൻ്റെ നേർക്ക് ഇവിടെ എന്ത് നടപടിയുണ്ട്? ഒരു നടപടി ഉണ്ടായില്ല. വിജയശ്രീയുടെ മരണത്തെക്കുറിച്ച് ഒരു പോലീസ് അന്വേഷണം പോലും ഉണ്ടായില്ല. അപ്പോൾ ഇത് സിനിമാ ലോകത്ത് വരുന്ന പെൺകുട്ടികൾ ഈയാമ്പാറ്റകളെ പോലെ ഈ ദീപനാളത്തിന് ചുറ്റും നൃത്തം ചെയ്ത് മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. എല്ലാവരുടെയും ജീവിതം വലിയ ദുരന്തത്തിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഏറെക്കുറെ എല്ലാവരുടെയും അല്ലെങ്കിലും ഏറെക്കുറെ എല്ലാവരുടെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പീഡനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പുറത്തു വന്നൊരു സംഭവമാണ്, ഇത്രയധികം മാധ്യമ ശ്രദ്ധ കിട്ടിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വൈകുന്നേരത്ത് ഇവിടെ പകർച്ചപ്പനി വ്യാപിക്കുന്നു അതിനെക്കുറിച്ച് അല്ലല്ല, ഒരു നിമിഷം. ഈ പറയുന്ന തൊഴിൽ വിവേചനം, ലിംഗവിവേചനം ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് സിനിമാ മേഖലയിൽ, മറ്റു പല മേഖലകളിലും എന്ന പോലെ തന്നെ സ്ത്രീകൾ. പക്ഷേ അവർക്ക് അതിനപ്പുറം സിനിമാ മേഖലയിൽ ഇത്തരം ഒരു രണ്ടാം പൗരത്വം അനുഭവിക്കേണ്ടി വരുമ്പോഴും കിട്ടുന്ന സ്വീകാര്യത, കിട്ടുന്ന സാമ്പത്തികവും പ്രതിച്ഛായാപരവുമായ ശ്രദ്ധയും പിൻബലവും പിന്തുണയും ഇത് ചുരുക്കി കണ്ടുകൂടാ. ഇനി ഇവരൊരു കൂട്ടായ്മയായി വരുമ്പോഴോ ചില കാര്യങ്ങളിൽ ചില തെറ്റുകൾ നടക്കുന്നു എന്ന ചൂണ്ടുവിരലായിരുന്നു അത്. അമ്മ എന്ന സംഘടനയുടെ അപ്രസക്തിയാണ് ചൂണ്ടിക്കാട്ടിയത് ഈ പറയുന്ന വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. പക്ഷേ അവരൊരു സംഘടനയായപ്പോൾ എന്താണ് കാണുന്നത്? എന്താണോ അമ്മയുടെ ചട്ടക്കൂട് അതേപോലെ മറ്റൊരു ചട്ടക്കൂടിലേക്ക് അവരും ചുരുങ്ങുന്നു. അമ്മയുടെ ഏത് പരിമിതി ഭേദിച്ച് അവർ വന്നു എന്ന് പറയുന്നു, അതിനെ സ്വയം റദ്ദ് ചെയ്തുകൊണ്ട് സ്വന്തം പരിമിതിക്കകത്തിരിക്കുകയാണ്. ഞാൻ പറയാം അവരുടെ ഈ പറയുന്ന FB പോസ്റ്റിലെ അവസാനത്തെ വാചകം: ഭരണഘടന ഉറപ്പുവരുത്തുന്ന മനുഷ്യാവകാശങ്ങളുടെ ലംഘനവും നിയമവിരുദ്ധവുമാണിത് എന്നിരിക്കെ പൊതുജനം, പ്രത്യേകിച്ച് ചലച്ചിത്ര പ്രവർത്തകർ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിൽ നിന്ന് ദയവായി വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെടുന്നു. ഇങ്ങനൊരു ദയാവായ്പിനു വേണ്ടി നിൽക്കാനാണോ ഇവർ സംഘടിച്ചത്, അഡ്വക്കേറ്റ് ജയശങ്കർ? അപ്പോൾ ഒരു വ്യക്തിയെന്ന നിലയിലും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള പിന്തുണയും ശക്തിയുമില്ല, ഇവർ സംഘടിച്ചാലുമില്ല എന്ന് വെച്ചാൽ ഗുരുതരമാണ് ആ സംവിധാനം. തീർച്ചയായിട്ടും വളരെ ഗുരുതരമാണ്. പക്ഷേ ഞാനിതിൽ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. ഒന്നാമത് അവർ സ്വന്തമായിട്ടൊരു സംഘടന ഉണ്ടാക്കി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് അങ്ങനെ ഒരു സംഘടന ഉണ്ടായില്ല. രണ്ടാമത് ഒരു അപേക്ഷയുടെ സ്വരത്തിലാണെങ്കിൽ പോലും അവരുടെ വ്യക്തമായ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തി, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എത്രയോ കൊല്ലങ്ങളായിട്ട്, എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ സ്ത്രീ സിനിമാ പ്രവർത്തകർ ഇവിടെ വിവേചനം നേരിടുകയാണ്, പലതരത്തിലുള്ള അവഹേളനം നേരിടുകയാണ്, പീഡനം നേരിടുകയാണ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും വയലൻസിന് വിധേയരാകുകയാണ്. ഇപ്പോഴല്ലേ അവർക്ക് പ്രതികരിക്കാൻ സാധിച്ചത്, സംഘടന ഉണ്ടാക്കാൻ സാധിച്ചത്. ചെറിയ കാര്യമല്ല വേണു, ഇത് ചെറിയ കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരിങ്ങനെയെങ്കിലും പ്രതികരിച്ചല്ലോ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. സിനിമാ പ്രവർത്തക ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇവിടെ അമ്മ എന്ന ഒരു സംഘടന പക്ഷപാതപരമായി പെരുമാറുന്നു, സ്ത്രീകൾക്ക് പ്രത്യേകമായി തന്നെ അനീതി നേരിടേണ്ടി വരുന്നു എന്ന ചിന്ത സമൂഹത്തിലേക്ക് നൽകിയതാണ് ഈ പറയുന്ന വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. പക്ഷേ അമ്മയുടെ അതേ ചിട്ടവട്ടങ്ങളിലൂടെ പ്രവർത്തിക്കുക, അമ്മയ്ക്ക് എന്താണോ പരാധീനതയായുള്ളത് അത് തന്നെ പുതിയ സംഘടനയ്ക്കും ഉണ്ടാവുക, എന്നിട്ട് നിർബന്ധപൂർവം പ്രതികരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ദയാവായ്പോടെ ദയവായി വിട്ടുനിൽക്കണം ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളിലേക്കെന്ന് വിനീത വിധേയത്വത്തോടെ പ്രതികരിക്കേണ്ടി വരിക. എന്തുകൊണ്ടാണിത്? ഈ സംഘടനയ്ക്ക് അകത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഈ സംഘടനയ്ക്ക് പുറത്തു നിന്ന് സംഘടിച്ചാലും ഈ സംഘടനയ്ക്കെതിരെ ഒന്നും നീങ്ങാൻ കഴിയില്ല എന്നാണോ? ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു.
ഈ വുമൻ കളക്റ്റീവ് എന്ന സംഘടനയിൽ ഞാൻ ആരുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ചൊല്ലി പല വിവാദങ്ങളും ഉണ്ടായതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുമ്പോൾ അതെല്ലാം ആ വിവാദവുമായി ദയവ് ചെയ്ത് കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് അവിടെ ഇരിക്കുന്ന വുമൻ കളക്റ്റീവ് ഒരു മെമ്പറിനോട് എന്റെ ഒരു ഇല്ല വുമൻ കളക്റ്റീവിന്റെ ഒരു അംഗത്തെ ഞങ്ങൾ പരമാവധി പരിശ്രമിച്ചു ഈ ചർച്ചയിൽ കിട്ടാൻ, പക്ഷേ കിട്ടിയില്ല. ഓക്കെ. അപ്പോ എന്റെ ഒരു ഏറ്റവും വലിയ സങ്കടകരമായ ഒരു അവസ്ഥ, ഒരു നടൻ, അതായത് അമ്മയിലെ അംഗമായ ഒരു നടൻ വളരെ മോശമായി, അതായത് തന്റെ സഹപ്രവർത്തക, തന്റെ സുഹൃത്ത്, ഇതിലുപരി തന്റെ മകളെ പോലെ തന്നെ പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്രയും അതിദാരുണമായ ഒരു സംഭവം നടന്നിട്ട് വളരെ ക്രൂരമായ രീതിയിൽ ആ വ്യക്തി പറയുന്നു നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് പറയുമ്പോൾ അവിടെ ആ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഒരാള് പോലും അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, സിനിമയിൽ നിന്ന് ആരും തന്നെ അതിനെതിരെ പ്രതികരിച്ചില്ല. എല്ലാവരും തന്നെ നിശബ്ദരാവാനാണ് ശ്രമിച്ചത്. ഇതെല്ലാത്തിനും അപ്പുറം ഈ സ്ത്രീ സംഘടന എന്ന് പറയുന്ന സംഘടന എന്തിനാണ് ഇവിടെ ഉണ്ടാക്കിയത്? ഈ സംഘടനയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? ശബ്ദമില്ലാത്ത സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ശബ്ദിക്കാൻ ഭയമുള്ള സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമാകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഇത്ര മോശമായ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിന് മറു അഭിപ്രായം പറയാൻ ഒരു മീറ്റിംഗ് കൂടി വർമ്മ കമ്മീഷൻ റിപ്പോർട്ട് പഠിച്ചിട്ട് വേണോ ഇവർക്ക് അഭിപ്രായം പറയാൻ എന്നാണ് എന്റെ ചോദ്യം. ഞാനും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി തന്നെയാണ്. എന്റെ സംഘടനയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ സംഘടനയോട് ചോദിച്ചിട്ടല്ല ഞാൻ അഭിപ്രായം പറയുന്നത്. എനിക്ക് എനിക്കൊരു അഭിപ്രായമുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന വിഷയം അല്ലെങ്കിൽ എന്റെ സിനിമാ ലോകത്ത് നടക്കുന്ന വിഷയത്തിന് എനിക്ക് അഭിപ്രായം പറയാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. ഞാൻ അഭിപ്രായം പറഞ്ഞേ പറ്റൂ, അതെന്റെ ബാധ്യതയാണ്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീ സംഘടനയോ അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റുകളുടെ സംഘടനയോ ഒരക്ഷരം മിണ്ടാതിരുന്നതെന്ന് എനിക്ക് വളരെ സങ്കടമുണ്ട്. അതുകൊണ്ട് ഇവർ ആരെങ്കിലും സംസാരിക്കട്ടെ എന്ന് കരുതി ഞാനും 2-3 ദിവസം മിണ്ടാതിരുന്നു. ഒടുവിൽ ഞാൻ പ്രതികരിച്ചപ്പോഴേക്കും അദ്ദേഹം മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്റെ അഭിപ്രായം തന്നെയാണ്. കാരണം ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്. ഓരോ പെണ്ണിന് വേദനിക്കുമ്പോഴും പെണ്ണായ എനിക്ക് വേദനിക്കുന്നുണ്ട്. ശരി, പക്ഷേ ഒരു നിമിഷം ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ പ്രതികരിച്ചവരെല്ലാം അമ്മ എന്ന സംഘടനയിൽ ഉള്ളവരാണല്ലോ. ഈ ദേശീയ അവാർഡ് കിട്ടിയ നടനായാലും യുവ നടനായാലും പ്രമുഖ നടനായാലും ഇവരൊക്കെ അമ്മയിലുണ്ട് എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്നയാളാണ് ഈ പ്രമുഖ നടനും. ശരിയാണല്ലോ? ഇവരിലൂടെ വരുന്നത് അമ്മയുടെ താല്പര്യമാണെങ്കിൽ താങ്കൾ പറഞ്ഞു അമ്മയിലുള്ള ആരും എന്തുകൊണ്ട് ഈ കാര്യം വന്നപ്പോൾ മിണ്ടിയില്ല, ഇതാണ് അമ്മ. അല്ല, ഇവിടെ എല്ലാവർക്കും ഞാൻ ചോദിക്കട്ടെ, ഈ നടൻ, ഈ പറയുന്ന ദേശീയ അവാർഡ് ജേതാവ് അഭിനയിച്ച ഒരു സിനിമയുണ്ട്, അച്ഛൻ ഉറങ്ങാത്ത വീട്. അതിന്റെ പ്രമേയം തന്നെ ഇതുപോലൊരു വിഷയമാണ്. ആ സിനിമയിൽ ഒന്നും ഉൾക്കൊണ്ടുകൊണ്ടല്ലേ. ശ്രീമതി ഭാഗ്യലക്ഷ്മി, നമുക്ക് സിനിമകളുടെ തിരക്കഥകളിലേക്ക് പോകേണ്ട. ആ തിരക്കഥകൾ മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുടെ വാഹകരാണ് ഈ നടന്മാർ എന്ന ഒരു ബഹുമാനവും അവർക്ക് കൊടുക്കേണ്ട. അവരെന്താണ്, തൊലിപ്പുറത്ത് അവരെന്താണ് എന്ന് അവരുടെ വാക്കുകളും പ്രവൃത്തികളും കേരള സമൂഹത്തെ നേരിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അത്തരം ആലങ്കാരികതകളൊന്നും ഇല്ലാതെ അവരെ നേർക്കുനേർ കാണാം. എന്റെ ചോദ്യം നേരിട്ടുള്ളതാണ്. ഭാഗ്യലക്ഷ്മി, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇവർ തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സംഘടനയുടെ പിൻബലം ഇല്ലാതെയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. 1. 2, ആ സംഘടനയ്ക്കുള്ളത് സാമ്പത്തിക താല്പര്യങ്ങളാണ്. ആ സാമ്പത്തിക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ മനുഷ്യാവകാശങ്ങളും അവിടെ കുഴിച്ചു മൂടപ്പെടുന്നത്. അതുകൊണ്ട് അമ്മയിൽ നിന്ന് ഒരു എതിർസ്വരം ഉണ്ടായില്ല എന്ന് പറയരുത്. അമ്മയുടെ എതിർസ്വരമാണ് ഈ 3 പേരിലൂടെ കാണുന്നത്. വേണു, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകാവുന്ന ഒരു ഉത്തരമാണ്. കാരണം എല്ലാവരും അവരവരുടെ നിലനിൽപ്പാണ് ഇവിടെ നോക്കുന്നത്. അല്ലാതെ തനിക്ക് മുൻപിൽ വേദനിച്ചു നിൽക്കുന്നവന്റെ വേദന കാണാനല്ല ഇവർക്കൊക്കെ നാളെ എനിക്ക് ഒരുപക്ഷെ ഞാൻ ഇതിനൊരു അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് സിനിമയില്ലാതെ പോകുമോ എന്താണ് എല്ലാവരും ചിന്തിക്കുന്നത്. എന്നെ മാതിരി ഇങ്ങനെ എല്ലാവരും വിഡ്ഢിയെ പോലെ ആരെങ്കിലും സംസാരിക്കുമോ? ഞാനൊരു വിഡ്ഢിയായിട്ടാണ് നിന്ന് വർത്തമാനം പറയുന്നത്. ഞാൻ ഇപ്പോഴും ഈ സിനിമയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഞാൻ നിരന്തരം എനിക്ക് പറയാനുള്ളത് ആരാണെങ്കിലും താങ്കൾ ജീവിതത്തെ ഒരു സമരമായി കാണുന്ന വ്യക്തിയാണ്. അങ്ങേയറ്റം ബഹുമാനമുണ്ട്. താങ്കൾ ഒരു അനിവാര്യതയാണ്
ഈ വ്യവസായത്തിന്. പക്ഷെ മറ്റു പലരും അങ്ങനെയാകാതെ പോകുന്നു. അതൊരു ദൗർബല്യമാകുന്നു. അവിടെ പലതരം വിട്ടുവീഴ്ചകൾക്ക് അവർ വിധേയരാകേണ്ടി വരുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്നിട്ടും ഈ അമ്മ എന്ന് വെച്ചാൽ ഇന്ന് ഈ വുമൻ കളക്റ്റീവ് പറയുന്ന എല്ലാ തെറ്റുകളും ഉണ്ടാക്കുന്നത് വ്യക്തികളല്ല. ആ വ്യക്തികൾ ഒറ്റയ്ക്കല്ല. കഴിഞ്ഞ ദിവസം നടൻ പറഞ്ഞില്ലേ, ഞാനൊരു വ്യക്തിയല്ല, ഒരു വ്യവസായമാണ്. എന്നെയല്ല നിങ്ങൾ തകർക്കുന്നത്, ഒരു വ്യവസായത്തെയാണ് തകർക്കുക. അങ്ങനെ